അത് ഞാൻ ശ്രീ കുഞ്ഞികൃഷ്ണനിലേക്ക് പോവുകയാണ്. ശ്രീ കുഞ്ഞികൃഷ്ണൻ, ഇപ്പോഴത്തെ ഈ നിമിഷം, പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്നറിയുന്ന ഈ നിമിഷം, അങ്ങ് ഈ നിമിഷത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഞാനിത് മുൻകൂട്ടി പ്രതീക്ഷിച്ചതാണ്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഈ പുസ്തകം പുറത്തിറങ്ങുമ്പോൾ പാർട്ടി ചിലപ്പോൾ എന്നെ പുറത്താക്കിയേക്കാം എന്ന് ഞാൻ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകം 29-ാം തീയതി റിലീസ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ നിലയിലേക്ക് 29-ാം തീയതി പുസ്തകം ജനങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് നേരത്തെ എനിക്ക് ധാരണയുള്ളതാണ്. കാരണം ഈ 10-50 വർഷം പാർട്ടിക്കുള്ളിൽ പ്രവർത്തിച്ച ഒരാളാണല്ലോ. ഈ പാർട്ടിയെക്കുറിച്ച് നല്ല ധാരണ എനിക്കുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രയാസമൊന്നും എന്നിലുണ്ടാക്കുന്നില്ല. ഇതെല്ലാം മുൻകൂട്ടി തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിലെ പ്രശ്നം അതല്ല. ഇത് മുൻകൂട്ടി തന്നെ പാർട്ടി ഈ നിലയിലൊരു ആലോചന നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാഴ്ച മുമ്പ് തന്നെ നാളെ പാർട്ടി ജില്ലാ കമ്മിറ്റി വിളിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ 27-ാം തീയതി മറ്റന്നാൾ പയ്യന്നൂർ ഏരിയയിലെ ഏരിയ കമ്മിറ്റി മെമ്പർമാരുടെയും ലോക്കൽ കമ്മിറ്റി മെമ്പർമാരുടെയും ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയും പ്രവർത്തക യോഗം മറ്റന്നാൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത് ഒരാഴ്ച മുമ്പ് വിളിച്ചു ചേർത്തതാണ്. പയ്യന്നൂരിൽ മാത്രമേ ആ യോഗമുള്ളൂ. അത് ഈ തീരുമാനം റിപ്പോർട്ട് ചെയ്യാനാണ്. അപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമെന്നും ഈ തീരുമാനം പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമെന്നും പാർട്ടി നേരത്തെ തന്നെ കണക്കാക്കിയിരുന്നു എന്നതാണ് ഈ യോഗം വിളിച്ചതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ യോഗത്തിൻ്റെ വിവരം ആ സമയത്ത് തന്നെ എൻ്റെ വാട്സപ്പിൽ വന്നതാണ്. കാരണം ഞാൻ ജില്ലാ കമ്മിറ്റി മെമ്പറാണല്ലോ. അതുകൊണ്ട് എൻ്റെ വാട്സപ്പിൽ ആ സമയത്ത് തന്നെ വന്നതാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ ഇങ്ങനെയൊരു ആലോചന, അത് ഇന്നത്തെ ഒരു ആലോചന മാത്രമല്ല, നാളത്തെ ജില്ലാ കമ്മിറ്റിയിലെ തീരുമാനം മാത്രമല്ല, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ധാരണ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ശ്രീ കുഞ്ഞികൃഷ്ണൻ, ഇത് ഫണ്ട് നൽകിയ, സംഭാവന നൽകിയ ഒരാളാണ് ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത്. പിന്നീട് പാർട്ടി താങ്കളോട് തന്നെ ഇതിൻ്റെ കണക്കെടുപ്പിന് ആവശ്യപ്പെടുകയാണ്. താങ്കൾ ആ കണക്കെടുപ്പ് പരിശോധിക്കുമ്പോൾ കണക്കിലെ കൃത്രിമം കണ്ടെത്തുന്നു, വ്യാജ രസീതുകൾ കണ്ടെടുക്കുന്നു. അത് പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ അത് തിരിച്ചടിക്കുകയാണ് ചെയ്തത്. അത് അല്ല, ഇത് ഒരാളും പരാതിപ്പെട്ടിട്ടില്ല. ഫണ്ട് നൽകിയ ഒരാളും പരാതിപ്പെട്ടിട്ടില്ല. ഇത് പാർട്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി മണ്ഡലം സെന്റർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുന്ന യോഗത്തിൽ ഓഡിറ്റിന് തീരുമാനിച്ചതാണ്. ഓഡിറ്ററായി എന്നെ ആ കമ്മിറ്റിയാണ് ചുമതലപ്പെടുത്തുന്നത്. ശരി. അതനുസരിച്ച് പരിശോധിക്കാൻ തയ്യാറായപ്പോ എന്റെ മുമ്പിൽ ചില റെസീറ്റുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ അതിലൂടെയാണ് ഞാൻ ചില അനുമാനത്തിലെത്തുന്നത്. ആ അനുമാനം ശരിയാണ് എന്ന് പിന്നീട് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണൻ, അപ്പോൾ ഈ അങ്ങക്കെതിരായ നടപടി വന്നിരിക്കുന്നത് അങ്ങ് ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത്, ടി എ മധുസൂദനൻ MLA, അദ്ദേഹം കൂടി ഇരിക്കുന്ന യോഗത്തിലാണ് ഈ നടപടി തീരുമാനം വന്നത് എന്നതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് സ്വാഭാവികമായി അയാളെ പാർട്ടി പണ്ടേ കുറ്റവിമുക്തനാക്കിയതല്ലേ. അയാളാണ് പയ്യന്നൂരിലെ എല്ലാ കാര്യങ്ങളും സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന നിലയിൽ ജില്ലാ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും. അതിതിലും ആ നിലയിൽ കാണാൻ സാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനിയും ആ നിലയിൽ തന്നെയാണ് ഉണ്ടാകുക. കാരണം തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കുന്നിടത്തോളം കാലം ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പാർട്ടി എടുത്ത നിലപാടിനൊപ്പം നിൽക്കുന്നവർ പറയുന്ന ഒരു കാര്യം, ശ്രീ കുഞ്ഞികൃഷ്ണൻ, ഇപ്പോൾ അങ്ങ് ഇതെന്തിനു പറഞ്ഞു എന്നുള്ളതാണ്. ഇത് വളരെ നേരത്തെ തന്നെ പരിഹരിച്ച വിഷയമാണല്ലോ എന്നാണല്ലോ പാർട്ടി പറയുന്നത്. 2022 സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനാണ് എന്ന് പറയുന്നവർക്ക് അങ്ങ് എന്ത് മറുപടി നൽകും?
ഒന്ന്, 2022 പരിഹരിച്ചു എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം അന്ന് തീരുമാനം റിപ്പോർട്ട് ചെയ്ത ഏരിയ കമ്മിറ്റി യോഗത്തിൽ തന്നെ ഈ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നില്ലെന്നും ഈ തീരുമാനം ശരിയല്ലെന്നും അതുകൊണ്ട് ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്നും അന്നത്തെ ഏരിയ കമ്മിറ്റി യോഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞ് പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്നതാണ്. ഏതാണ്ട് 8 മാസക്കാലത്തോളം ഞാൻ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നു. പിന്നീട് ചില ഇടപെടലിൻ്റെ ഫലമായി തിരിച്ചു വന്നു. അതിനുശേഷവും പാർട്ടിക്കകത്ത് ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രശ്നം നടന്നു കഴിഞ്ഞ് ഏതാണ്ട് 5 വർഷം ആവുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 2021 തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം ചർച്ച ചെയ്യാൻ സാധിക്കില്ല. അത് ഉന്നയിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് 2026 തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ വിഷയം 5 വർഷം പാർട്ടിക്കകത്ത് പോരാട്ടം നടത്തി ഉചിതമായ തീരുമാനം പാർട്ടി കൈക്കൊള്ളാത്ത സാഹചര്യത്തിൽ ജനങ്ങളോട് പറയുക എന്ന ഒരു സമീപനമാണ് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല എന്ന നിലയിലാണ്. പക്ഷേ ശ്രീ കുഞ്ഞികൃഷ്ണൻ, അങ്ങേക്കെതിരെ പറയുന്ന ഒരു കാര്യം, ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പരിശോധനകളൊക്കെ നടക്കുമ്പോൾ അങ്ങ് ഏരിയ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം അങ്ങ് അല്പകാലം മാറി നിന്നു എന്ന് പറഞ്ഞു. പിന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് അങ്ങ് എലവേറ്റ് ചെയ്യുകയാണ് ചെയ്തത്, ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങ് ജില്ലാ കമ്മിറ്റിയിൽ എത്തിയ ശേഷം അങ്ങ് ആ സമയത്ത് ഇതൊന്നും പറയാതെ ഇപ്പോൾ പറയുന്നു എന്നുള്ളൊരു വിമർശനം കൂടിയുണ്ട്. ജില്ലാ കമ്മിറ്റിയിലെത്തിയ ശേഷവും പറഞ്ഞിരുന്നു. അന്ന് നേതൃത്വം പറഞ്ഞ മറുപടി അതൊരടഞ്ഞ അധ്യായമാണ് എന്നാണ്. അത് അംഗീകരിച്ചു പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത് ഈ നിലയിൽ പറയാൻ സന്നദ്ധമായിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ചെയ്യാത്ത തെറ്റിന് എന്നെ ശാസിക്കുന്ന നടപടിയും ഈ അടുത്ത കാലത്തുണ്ടായി. അപ്പോൾ വിഷയം ഉന്നയിക്കുന്നയാളെ എങ്ങനെയും ദ്രോഹിക്കുക എന്ന നിലപാട് പാർട്ടി സ്വീകരിക്കുന്നു എന്ന ബോധ്യം കൂടി സമീപകാലത്ത് എനിക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. പാർട്ടി ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നല്ലോ കാര്യങ്ങൾ പഠിക്കാനും പരിശോധിക്കാനും. ആ കമ്മീഷൻ അങ്ങയുടെ മൊഴിയെടുത്തിരുന്നു? മൊഴിയെടുത്തിരുന്നു. ഈ കമ്മീഷണർ എന്തിനു വേണ്ടി നിയമിക്കുന്നു എന്നത് സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട 2 കാര്യമുണ്ട്. ഒന്ന്, തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കണം എന്നതാണ് പാർട്ടി നേതൃത്വം ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനൊരു കമ്മീഷനെ വെച്ചാൽ മതി. അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് കമ്മീഷൻ നൽകും. 2, ഇത് ഉന്നയിക്കുന്ന ആളുകളെ ദ്രോഹിക്കണം എന്നതാണ് പാർട്ടിയുടെ നിലപാട് എങ്കിൽ അതിനുവേണ്ടിയും ഒരു കമ്മീഷനെ വെച്ചാൽ മതി. അതിന് പറ്റുന്ന ഒരു റിപ്പോർട്ട് കമ്മീഷൻ കൊടുക്കും. ഈ 2 കാര്യവും 2 കമ്മീഷനുകളിലൂടെ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങേക്കെതിരെ ഭീഷണി സന്ദേശങ്ങൾ വരുന്നു, പുറത്ത് മുദ്രാവാക്യം വിളിക്കുന്നു, പലയിടത്തും പോസ്റ്ററുകൾ വരുന്നു. ഈ കാലത്ത് അങ്ങേക്ക് തന്നെ പുറത്തിറങ്ങി നടക്കാനുള്ള ഭയമുണ്ടോ? അങ്ങ് ഇപ്പോൾ ഒരു പാർട്ടിയിലുമില്ലാതെ അങ്ങ് ഒറ്റയാനായി ജീവിക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഭീഷണി സന്ദേശം ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. എന്നെ സ്നേഹിക്കുന്ന ചിലർ എൻ്റെ സുഹൃത്തുക്കള് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭീഷണി മുദ്രാവാക്യങ്ങളും ഭീഷണി പ്രസംഗങ്ങളും അതെത്രത്തോളം ആ നിലയിൽ ഉപയോഗിക്കാൻ സന്നദ്ധമാകും എന്നതൊക്കെ കണ്ടറിയേണ്ടുന്ന കാര്യമാണ്. ഏതായാലും ഞാൻ ഭയന്ന് വീട്ടിലിരിക്കുക എന്ന ഒരു നിലപാട് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല. ഞാൻ പുറത്തിറങ്ങാതിരിക്കില്ല. ഞാൻ ഭീഷണിയെ ഭയപ്പെടുന്നുമില്ല. ഭീഷണി ഉണ്ടെങ്കിൽ അതിനെ ഭയപ്പെടുന്നുമില്ല. ജനിച്ചാൽ എപ്പോഴെങ്കിലും മരിക്കണമല്ലോ. ഇപ്പോൾ 74 വയസ്സായി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.